വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. നമുക്കിന്ന് ഒരു ബട്ടർ കപ്പ ഉണ്ടാക്കാവേ. ഇത് നമ്മുടെ ഷെഫ് പിള്ളയുടെ റെസിപ്പിയാണ്. ഇതിന് നമ്മൾ ആവശ്യമായിട്ടുള്ള കപ്പ, ഇതുപോലെ അതിൻ്റെ അകത്തെ ആ ഒരു നാര് പോലത്തെ സാധനമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത്. ഇത് ഒരു 1/2 കിലോ കപ്പയേ ഉള്ളൂ കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ, ഒരു വലിയൊരു കപ്പിന് നിറച്ചൊരു കപ്പ് തേങ്ങാപ്പാൽ കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ബട്ടറിലിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തിട്ട് ഇത് ലൂസാകാൻ വേണ്ടിയുള്ളതാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ അന്നേരം വേണം കേട്ടോ. പിന്നെ വേണ്ടത് ബട്ടറാണ്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കപ്പ. ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം ബാക്കി കാണിക്കാം കേട്ടോ. നമ്മുടെ കപ്പ ഇവിടെ നന്നായിട്ട് ഉപ്പിട്ട് ഞാൻ പുഴുങ്ങി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ ഒരു പൊട്ടറ്റോ സ്മാഷർ കൊണ്ടിട്ട് നന്നായിട്ട് നമുക്കിത് ഉടച്ചെടുക്കണേ. ചില കപ്പയുണ്ട് നന്നായിട്ട് വേഗത്തില്ല, അങ്ങനെയുള്ള കപ്പ ഈ ബട്ടർ കപ്പ ഉണ്ടാക്കാൻ കൊള്ളത്തില്ല കേട്ടോ. നല്ലപോലെ ഉടഞ്ഞു കിട്ടുന്ന കപ്പ കൊണ്ട് ഇതുണ്ടാക്കാവുള്ളൂ കേട്ടോ. നമ്മൾ സാധാരണ കപ്പ വേവിക്കുന്ന പോലെയല്ല, കുറച്ചുകൂടെ ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം. എന്നിട്ട് ഇത് നമ്മൾ ബട്ടറിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിത് ബട്ടറിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കടുക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ചുവന്നുള്ളി, കറിവേപ്പില, വറ്റൽമുളക്. ഇനി ഞാൻ കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. നമ്മൾ ഇതുപോലൊരു പാൻ എടുത്ത് വെച്ചിട്ട് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പം നമുക്ക് ഈ കപ്പ അങ്ങോട്ട് ആഡ് ചെയ്യാവേ. നമ്മളിവിടെ 1/2 കിലോ കപ്പ എടുത്തിട്ടുള്ളേ, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ബട്ടർ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഉടച്ച് വെച്ചേക്കുന്ന കപ്പ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് ഈ ബട്ടറിനകത്ത് കിടന്ന് ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണിത്. ഇതിപ്പം കല്യാണങ്ങൾക്കൊക്കെ റിസപ്ഷൻ വെക്കുമ്പോഴൊക്കെ ഇപ്പോൾ ഈ ബട്ടർ കപ്പ ഒക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല ചിക്കൻ കറിയോ ഫിഷ് കറിയോ, ഈ തേങ്ങയൊക്കെ അരച്ച് വെച്ചേക്കുന്ന ഫിഷ് കറി ഉണ്ടല്ലോ, കുറച്ച് മാങ്ങയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ അരച്ച് ഫിഷ് കറിയുടെ കൂടെ നല്ല അടിപൊളിയായിട്ടോ. ഇതിനകത്ത് 2 മിനിറ്റ് 3 മിനിറ്റ് ഒന്ന് വഴന്ന് വരണം ആ ബട്ടറിനകത്ത് കിടന്ന്. ഇപ്പോൾ ഒരു 2-3 മിനിറ്റായേ. ഇനി നമുക്ക് ഇത് സിമ്മിലേക്ക് വെച്ചേക്കണം. ഫ്ലെയിം സിമ്മിലേക്ക് വെച്ചിട്ട് ഈ തേങ്ങാപ്പാലുണ്ടല്ലോ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് ഈ തേങ്ങാപ്പാലിൽ ഇങ്ങനെ ഒന്ന് കുറുക്കിയെടുക്കണം. തേങ്ങാപ്പാൽ ആവശ്യത്തിനുള്ളത് വേണം കേട്ടോ. ഇതൊരു കുറുകിയൊരു ഡിഷായിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര ഡ്രൈ അല്ല, നമ്മളിപ്പോൾ കപ്പ വേവിക്കുന്ന പോലെ ഡ്രൈ അല്ല ഇത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്, ബ്ലാക്ക് പെപ്പറാണ്. ഇതും കൂടെ നന്നായിട്ട് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് ഇങ്ങനെ ഇളക്കി നന്നായിട്ട് കൊടുക്കണേ. ഞാനിത് സിമ്മിലായിരുന്നു വെച്ചേക്കുന്നത്. ഇനി നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാവേ. ഇതൊന്ന് ഇതിനകത്ത് കിടന്നൊന്ന് കുറുകി ഈ തേങ്ങാപ്പാൽ ഒന്ന് വരണേ. നമ്മുടെ ബട്ടർ കപ്പ ഇവിടെ വെച്ചിട്ട് ആ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇപ്പോൾ 2 മിനിറ്റായേ. ഇപ്പോൾ കണ്ടോ നല്ല പോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഇരിക്കണം. കാര്യം ഇത് തണുക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ചുകൂടെ കുറുകി വരും. അതുകൊണ്ട് ഈ സമയം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യും. എന്നിട്ട് നമുക്കിത് ഇതിനകത്തേക്ക് കടുക് പൊട്ടിച്ചിടാം. ഈ സമയം നമുക്ക് ഫ്ലെയിം നിർത്തിയാൽ മതി. ഇനിയും വെച്ചിരുന്നാലുണ്ടല്ലോ നമ്മൾ കഴിക്കുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് കുറുകിപ്പോകും. ഈ സമയം നമ്മൾ ഉപ്പ് ഒക്കെ നോക്കിക്കോണേ. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഞാൻ. നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാവേ. ഇനി വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാവേ. ചില സമയം ഉള്ളി മൂക്കാൻ ഭയങ്കര താമസം, ചില സമയം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു വരികയും ചെയ്യും. ഒരുപാടങ്ങ് ബ്രൗൺ കളറൊന്നും ആകണ്ട കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഈ കപ്പയിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തേക്കണം. മിക്സ് ചെയ്ത് ചൂടോടെ കഴിക്കണം. ഇത് നല്ല ഫിഷ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇതിന് ചേരുന്ന ചിക്കൻ കറി ഇഷ്ടമുള്ളവർക്ക് ചിക്കൻ കറി ആണെങ്കിലും കഴിക്കാം കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് നല്ല തേങ്ങ അരച്ചിട്ട് കുറച്ച് മാങ്ങയൊക്കെ ഇട്ട് വെക്കുന്ന ഫിഷ് കറിയുടെ കൂടെ ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. നമ്മുടെ ബട്ടർ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന കറികൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നേ. ഫിഷ് കറി ഇഷ്ടമുള്ളവർക്ക് ഫിഷ് കറി കഴിക്കാം, അല്ല ചിക്കൻ കറിയാണ് ഇഷ്ടമെങ്കിൽ ചിക്കൻ കറി കഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ കറിയാണ് എടുക്കുന്നത്. നല്ല ചിക്കൻ കറിയും ബട്ടർ കപ്പയും അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.